സാംസങ്ങിൻ്റെ സാംസങ് ടാബ് S11 അൾട്ര എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടാബ് S11 അൾട്ര എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് ടാബ് S11 അൾട്രയിൽ 14.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസ് തന്നെ ഇതിൽ വരും. പിന്നെ 3K റെസൊല്യൂഷൻ ആയിരിക്കും വരിക. റെസൊല്യൂഷൻ വരിക 2960x1848 ആയിരിക്കും. പിന്നെ ഇതിൽ AMOLED ഡിസ്പ്ലേ തന്നെ വരുന്നതായിരിക്കും. അപ്പം LCD പാനലായിരിക്കില്ല വരിക, AMOLED ഡിസ്പ്ലേ വരും. അത് നല്ലൊരു കാര്യമാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടാബിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസൊക്കെ ഇതിൽ വരും. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരിക 692 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 5.5 mm ആയിരിക്കും. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഗ്രേ, സിൽവർ എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9400 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പം മികച്ചൊരു പെർഫോമൻസ് ഒക്കെ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നതായിരിക്കും. ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും ആയിരിക്കും വരിക. പിന്നെ 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ വരും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 13 MP ഒരു ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 12 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഇപ്പോൾ ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഓക്കെ എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 11600 mAh ബാറ്ററി ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. പിന്നെ ടാബിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൻ്റെ യൂറോപ്യൻ മാർക്കറ്റിലെ വില 1339 യൂറോസ് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 1,36,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വിലയും അത്യാവശ്യം കൂടുതലൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും സാംസങ്ങിൻ്റെ ടാബ് S11 അൾട്ര എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഒരു ടാബ് നമുക്ക് ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.